വെൽക്കം ടു ATM ആർട്ടിഫിഷ്യൽ നോളജ്. റിപ്പോർട്ടർ സ്പീച്ചിന്റെ 8ാം ഭാഗം നമ്മളിന്ന് ചർച്ച ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പേഴ്സണൽ പ്രൊനൗൺസിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെയാണ്. വ്യത്യാസം ഇന്ന് ഇൻവേർട്ടഡ് കോമയിൽ തേർഡ് പേഴ്സൺസ് ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ ഇവയാണ് വരുന്നതെങ്കിൽ അതെങ്ങനെയാണ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി അത് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നേരെ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന പേഴ്സണൽ പ്രൊനൗൺസ് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ, തേർഡ് പേഴ്സൺസ്. ഒന്നാമത്തെ ചോദ്യം, ഐ സെറ്റ് ഹി വർക്ക്സ് ഡെയിലി. ഐ സെറ്റ് ടു ദം ഹി വർക്ക്സ് ഡെയിലി. ഈ രണ്ട് സെന്റൻസും ഒരേ തന്നെയാണ്, പക്ഷെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ സെഡിന് ശേഷം ഒബ്ജക്റ്റ് ഇല്ല, ഇവിടെ സെഡിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇവയ്ക്കുള്ള മാറ്റം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് പേഴ്സണൽ പ്രൊനൗൺസ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഈ ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രൊനൗൺസ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ അവയ്ക്ക് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായോ ഒബ്ജക്റ്റുമായോ യാതൊരു ബന്ധവുമില്ല. നമ്മൾ മുമ്പ് പഠിച്ചു. ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയും വിയും സബ്ജക്റ്റ് റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് പേഴ്സൺ യു റിപ്പോർട്ടിംഗ് വെർബിന്റെ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ തേർഡ് പേഴ്സൺസ് ഇവയ്ക്ക് സബ്ജക്റ്റുമായോ ഒബ്ജക്റ്റുമായോ യാതൊരു ബന്ധവുമില്ല. അവ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതായിട്ട് തന്നെ നിൽക്കും. അതെന്താണോ അത് അതുപോലെ തന്നെ നിൽക്കും, അതിന് മാറ്റമില്ല. ചില എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഐ സെഡ് ഹി വർക്ക്സ് ഡെയിലി. സിമ്പിൾ പ്രസന്റ് പാസ്റ്റിലേക്ക് മാറണം. ഇത് പാസ്റ്റ് ആയതുകൊണ്ട്, അസർട്ടീവ് ആയതുകൊണ്ട് സെഡിന് ശേഷം ദാറ്റ് വെക്കണം. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ സെഡിന് ശേഷം ദാറ്റ് വെക്കണം. അതായത് മാറ്റുന്നത് ഇങ്ങനെയാണ്, ഐ സെഡ് ദാറ്റ്. മുമ്പ് നമ്മൾ ഇതിന് ആരുമായിട്ടാണ് ബന്ധം എന്ന് പരിശോധിക്കുമായിരുന്നു. ഇവിടെ പരിശോധിക്കേണ്ട ആവശ്യമില്ല, കാരണം തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഇതിന് ഇവിടെ ആരുമായിട്ടും ബന്ധമില്ല. അത് അതുപോലെ തന്നെ നിൽക്കും. അപ്പൊ തേർഡ് പേഴ്സൺസിനെ അതുപോലെ തന്നെ എഴുതുന്നു. ഐ സെഡ് ദാറ്റ് ഹി വർക്ക്സ് ഡെയിലി. ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഈ വർക്ക്സ് എന്നുള്ളത് വർക്ക്ഡ് എന്നാക്കിയാൽ മതി. ഇത് ഇതുപോലെ തന്നെ വരുന്നു. ഇനി ആ ഹി എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എഴുതണമെന്നുള്ളതാണ്. I said that he worked daily. ഈ സെന്റൻസ് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം them എന്നുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരുന്നു. അതെന്തിനാണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയാണ്. I said to them that he worked daily എന്നുള്ളത് he worked daily. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ ഭാഗം യാതൊരു മാറ്റവും ഇല്ലാതെ അതുപോലെ തന്നെ തുടരും. അപ്പൊ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഹി വർക്ക് ഡെയിലി, ഇല്ലെങ്കിലും ഹി വർക്ക് ഡെയിലി, ഉണ്ടെങ്കിലും ഹി വർക്ക് ഡെയിലി. അപ്പൊ ആ ഭാഗത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇൻവേർട്ടഡ് കോമയിൽ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഹി സെഡ് ടു മീ. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടെ, കാരണം തേർഡ് പേഴ്സൺ ആയതുകൊണ്ട്. ഹി സെഡ് ടു മീ ഓർ ഹി ടോൾഡ് മീ. സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതിയേക്കാം, ഹി ടോൾഡ് മീ ദാറ്റ്. ഷീ തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് ഷീ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഷീ വർക്ക്സ് വർക്ക്ഡ് ആയി മാറുന്നു ഡെയിലി. അടുത്തത് ഹി സെഡ് ടു മീ. ഒരു ഒബ്ജക്റ്റ് ഞാൻ എഴുതി, ഹി ടോൾഡ് മീ ദാറ്റ്. ഇറ്റ് എന്നുള്ള തേർഡ് പേഴ്സൺ ആണ് വന്നിരിക്കുന്നത്, തേർഡ് പേഴ്സൺ സിംഗുലർ. തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും ഇല്ല, അതിന് ഇവിടെ ആരുമായിട്ടും ബന്ധമില്ല. ഇറ്റായിട്ട് തന്നെ നിൽക്കുന്നു. ഇറ്റ് വർക്ക്സിനെ വർക്ക്ഡ് ആക്കിയാൽ മതി. ഇറ്റ് വർക്ക്ഡ് ഡെയിലി. ഈ ഇറ്റ് എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവനുള്ളൊരു വസ്തുവല്ല, മറ്റെന്തെങ്കിലും ഒരു മെഷീൻ ആവാം.
അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സംഗതിയാകാം. എന്താണെങ്കിലും ഇറ്റ് തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് ഇറ്റ് വർക്ക്ഡ് ഡെയിലി. അടുത്ത നോക്കാം. ഹി സെഡ് ടു മീ, ഹി ടോൾഡ് മീ ദാറ്റ്. തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് അതിന് യാതൊരു മാറ്റവുമില്ല, അത് അതായിട്ട് തന്നെ തുടരുന്നു. ദേ വർക്ക്ഡ് ഡെയിലി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇൻവേർട്ടഡ് കോമയിലെ പേഴ്സണൽ പ്രൊനൗൺസ് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ എന്നുള്ള തേർഡ് പേഴ്സൺസ് ആണെങ്കിൽ അവയ്ക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അത് അതായിട്ട് തന്നെ തുടരും. എന്നാൽ അവ ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ ആണെങ്കിൽ അതിന് ഒന്നുകിൽ സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ടാകും. കാര്യങ്ങൾ വ്യക്തമായെന്ന് മനസ്സിലാക്കും. അടുത്ത ക്ലാസ്സിൽ ഇവയുടെ പൊസസീവ് ഫോമുമായിട്ട് ഞാൻ വരും. കാത്തിരിക്കുക. Till we meet next time. Take care. Goodbye. Please like, share and subscribe the channel.